ഹലോ, ഗുഡ് മോർണിംഗ്. നോക്കണ്ട, ഇന്ന് ദോശയാണ്. ഇവിടെ മിക്കപ്പോഴും ദോശയൊക്കെ തന്നെ. എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് വേറൊന്നും, നമ്മൾക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചില്ല, അങ്ങനെ കുറേ പരിമിതികളുള്ളത് കൊണ്ട് മിക്കപ്പോഴും നമുക്കിവിടെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട ഇരിക്കുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു മുട്ടയും കൂടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ ചപ്പാത്തി ഇപ്പോൾ നമ്മൾ രാത്രി വെക്കുന്നതുകൊണ്ട് ചപ്പാത്തി നമ്മൾ വെക്കാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ തപ്പി പക്ഷെ എന്താണെന്നറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അങ്ങനെ പരീക്ഷിക്കാൻ എനിക്ക് മടിയാണ്. കാരണം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നാണല്ലോ ഞാനതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എങ്ങാനും അത് ഫ്ലോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പട്ടിണിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അങ്ങനെ പരീക്ഷിക്കാൻ എനിക്ക് മടിയാണ്. പിന്നെ ഓഫിൻ്റെ ഒന്ന് നോക്കും. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ പോവാണ്, ഞാനും ഇറങ്ങി. ഞാൻ കടയിൽ പോവും, ഏട്ടൻ ജോലിക്ക് പോവും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ എനിക്ക് മടിയാവും. പുറത്ത് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് മടിയാണ് ഇറങ്ങാനായിട്ട്. അയ്യോ, സ്വിച്ചൊക്കെ മറന്നു. ഞാൻ കടയിൽ പോകണം, ഇവൻ ജോലിക്ക് പോകണം. പിന്നെ ഞാനിങ്ങനെ നിൽക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ. സാധാരണ ഇവിടെ ഒരു നല്ല തടിമാടൻ പൂച്ച ഉണ്ടാവാറുണ്ട്. ഇന്ന് അതിനെയും കണ്ടില്ല. ഇവിടെ ഒരു മനുഷ്യനില്ല എന്ന്. സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആൾക്കാരെ കാണാൻ പറ്റും, പക്ഷേ ഈ സൈഡിൽ ആരെയും കാണാനില്ല. അപ്പം അങ്ങനെ പോണ്. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഉണക്കമീൻ എനിക്കങ്ങനെ പേരറിയാത്തതുകൊണ്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഏതോ ഒരു കുഞ്ഞിക്കാട്ട് ഉണക്കമീനാണ് മേടിച്ചേക്കണേ. അത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പാടില്ല, നോക്കാം. സാധാരണ നാട്ടിലാവുമ്പോൾ ചേട്ടാ നങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കും, അപ്പോൾ പുള്ളി എടുത്തു തരും. അങ്ങനത്തെ ഏതൊരു ഷേപ്പിലൊരു സാധനം കണ്ടു, പക്ഷെ അത് നങ്കാണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് മേടിച്ചില്ല. വേറൊരു കുഞ്ഞി ചെറിയ മീൻ മേടിച്ചേക്കണം, നോക്കെന്തായാലും. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചോറിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ചോറ് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി ചോറൊക്കെ. ഇടയ്ക്ക് ഏട്ടൻ്റെ ഓഫിൻ്റെ അന്ന് മാത്രം ചിലപ്പോൾ വെക്കും. അപ്പം ഇപ്പം എനിക്കെന്തോ ഇന്നലെ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായി. അതുകൊണ്ടാണ് ഞാനിന്ന് ചോറ് വെക്കുന്നത് കേട്ടോ. ഏട്ടന് രാത്രി ചപ്പാത്തി മതി എന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചോറ് വെക്കാറില്ല. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തട്ടിമുട്ടി വല്ല ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് അഡ്ജസ്റ്റ് ആക്കും. രാത്രി ഏട്ടൻ വരുമ്പോൾ ചപ്പാത്തി കഴിക്കും. പക്ഷേ ഇന്നലെ എനിക്ക് എന്തോ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി, ചോറും ഉണക്കമീനും കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ കടയിൽ പോയത്. പക്ഷെ പറ്റിയ ഉണക്കമീനൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വേപ്പിലയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേപ്പില ഇങ്ങനെ ബോക്സിലാക്കി വെക്കും. മറ്റേ കവറിൽ തന്നെ വെക്കുമ്പോൾ വേഗമേ അങ്ങ് ഉണങ്ങി പോവാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കാലം നിൽക്കണുണ്ട്. എന്താ നാട്ടിലേക്കായിരുന്നപ്പോൾ ഓരോ കറി വെക്കണ സമയത്ത് പുറത്ത് ഓടിപ്പോയിട്ട് ഓരോ വേപ്പില വരച്ച് കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ കാശ് കൊടുത്തിട്ടൊക്കെയാണ് ഈ സാധനം വാങ്ങുന്നത്. പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ജീവിക്കണമല്ലോ. പിന്നെ ചില സമയത്ത് ഞാൻ വേപ്പില മേടിക്കൂറ്. എനിക്കിപ്പോൾ വേപ്പില ഇട്ടില്ലെങ്കിലും എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് കറിയിൽ എന്തായാലും വേപ്പില വേണമെന്നൊക്കെ നിർബന്ധം ഉണ്ടായിരിക്കുമല്ലോ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഈ കറി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ഭംഗിയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വേപ്പില മേടിക്കാറുണ്ട്. പിന്നെ ഏട്ടൻ്റെ യൂണിഫോം നമുക്ക് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ അലക്കാനിട്ടു. ചോറൊക്കെ ഒന്നും കൂടെ തിളയ്ക്കണം. പിന്നെ ഒരു കുറച്ച് നേരം ഞാൻ വെച്ചിട്ട് പിന്നെ റൈസ് കുക്കറിലോട്ട് മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു കോമ്പിനേഷൻ കണ്ടു. പരിപ്പും നമ്മളുടെ ബീട്രൂട്ടും. പരിപ്പ്, പടവലങ്ങ, ഈ സംഭവങ്ങളൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത്. അപ്പം എന്താണ് ജാഗൂസ് കഫിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഞാൻ കണ്ടതാണ് അവർ പരിപ്പും ബീട്രൂട്ടും കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഉള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ബീട്രൂട്ടിന് മധുരമായതുകൊണ്ട് എങ്ങനെയാവുന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നോക്കുക. എല്ലായ്പ്പോഴും സെയിം പോലെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര കുഞ്ഞിയാണ് കേട്ടോ ബീട്രൂട്ട്. ഞാൻ കോവയ്ക്ക് ഒലത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് കോവയ്ക്കൊക്കെ മേടിക്കാമെന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ കോവയ്ക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾക്ക് പറ്റുന്ന പച്ചക്കറിയൊക്കെ തീരെ കുറവാണ്. ഈ ബീട്രൂട്ട് തന്നെ ആകെ കൂടെ 4-5 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം ഞാൻ എടുത്തിട്ട് പോന്നു. അതാണെങ്കിൽ നാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂ ഈ ഒരു ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീരെ ചെറുതുമാണ്, അത്ര ഫ്രഷൊന്നും അല്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ പരിപ്പ് ഞാൻ കഴുകി വെച്ച് ഇതിട്ടു. അളവൊന്നും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് തോന്നി ഞാൻ ഇട്ടു, അത്രയൊക്കെ ഉള്ളൂ. ഇന്ന അളവൊന്നും എനിക്കില്ല. അപ്പോൾ ആ പരിപ്പ് അതിലേക്ക് ഇട്ടിട്ട്
ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ബീറ്റ്റൂട്ട് ഇട്ടു. അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണാക്കിയിട്ടാണ് ഞാൻ ചെയ്ത്. പിന്നെ എനിക്ക് തോന്നി ചെറുതാക്കാമെന്ന്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വേപ്പിലയും കൂടി ഒക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. കുക്കറുണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു. ഒരൊറ്റ വിസിലിന് സംഭവം സെറ്റായിട്ട് വന്നതാണ്. ഇനിയിപ്പം മേടിക്കണം. അടുത്ത ലിസ്റ്റിലുള്ള സംഭവമാണ് കുക്കർ എന്നുള്ളത്. അപ്പോഴത്തേക്കും ഞാനത് അടച്ചു വെച്ച് വേവിച്ചു. അപ്പോഴത്തേക്കും ഏട്ടൻ്റെ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഞാൻ അലക്കാനിട്ടത് അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ നമ്മുടെ വീട്ടിലിടുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇടും. ഇത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇത് ലൈറ്റ് ഷെയ്ഡ് ഏട്ടൻ്റെ യൂണിഫോം ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടിട്ട് ഇതിലെങ്ങാനും കളർ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടും. അപ്പോൾ നമ്മളുടെ പരിപ്പിൻ്റെ സംഭവം അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ചെറിയ കഷ്ണം ആക്കായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, അതൊരു 2 പിടിയോളം, ഒരു പിടിയിൽ എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും വന്നില്ല. 2 പിടി തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് നമ്മളുടെ നല്ല ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ഒരെണ്ണമുള്ളൂ കേട്ടോ, ഒരു പച്ചമുളക് വലുതായിരുന്നു. അപ്പോൾ 2 പീസാക്കി മുറിച്ച് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നല്ല ഫൈൻ പേസ്റ്റാക്കി അരക്കില്ല. ഇത് ശരിക്കും പരിപ്പും പടവലങ്ങയും വെക്കുന്ന പോലെ തന്നെ ഒരു പ്രൊസീജിയർ. അതിൽ ആ ഒരു പടവലങ്ങയുടെ സ്ഥാനത്ത് നമ്മളുടെ ബീറ്റ്റൂട്ടും കൂടെ വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പം എനിക്ക് അറിയില്ല കേട്ടോ, ഇത് നിങ്ങളാരെങ്കിലും ഈ ഒരു കോംബോ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, ആ ഒരു വീഡിയോ കണ്ടപ്പം. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനൊരു കോമ്പിനേഷൻ ഉണ്ടോ എന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തു. പക്ഷേ ബീട്രൂട്ട് വേകാൻ വേണ്ടിയിട്ട് ഇച്ചിരി താമസം എടുത്തു. കുറച്ചും കൂടെ ചെറുതാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിൽ വെന്തേനെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ പരിപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെന്തുടങ്ങിയിരുന്നു. കടിക്കാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുഴഞ്ഞിരുന്നാലും പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് എനിക്ക് മീൻ കിട്ടിയത് ഈ സാധനമാണ്. ഇതാണ് കസ്കി. ഇതെന്താ ഏതാ ഒന്നും എനിക്കറിയില്ല. പിന്നെ ആകെ കൂടെ ഞാനിത് കണ്ടിട്ടുള്ളത്, എനിക്കൊരു ശ്രീലങ്കൻ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവൾ ഈ ഒരു സാധനം കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ഉണ്ടാക്കണത് എനിക്ക് നല്ല ഇഷ്ടം. അവൾ മെയിനായിട്ട് അവളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉണക്കമുളകിൻ്റെ പൊടിയിടും. അതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിടുമ്പം എല്ലാ കറികൾക്കും നല്ല രസമാണ്. അപ്പം ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ, എനിക്ക് മാത്രം മതി. ഏട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു രാത്രി ഏട്ടന് ചോറ് വേണ്ട, ചപ്പാത്തി മതിയെന്ന്. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ തല കളയണോ വാല് കളയണോ എന്താണെന്ന് കൺഫ്യൂഷനായിട്ട് ഞാൻ ഒന്നും കളഞ്ഞില്ല. നോക്കിയപ്പോൾ വളരെ ചെറുത്, നമ്മൾ കൊഴുവയൊക്കെ കഴിക്കണതല്ല ഇതുപോലെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ സംഭവം എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പീസൊന്നും ഞാൻ യൂട്യൂബിൽ നോക്കാൻ പോയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ ചോറ് ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 3/4 മണിക്കൂർ വെക്കുന്നത് ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മളുടെ റൈസ് കുക്കർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ അല്ല. അപ്പോൾ നമ്മളിത് റൈസ് കുക്കറിൽ ഞാൻ ഇറക്കി വെച്ചുകൊണ്ട് 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാനെടുത്ത് അങ്ങ് ഊറ്റും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സവാള മാത്രം ഇട്ടിട്ട് ഒന്ന് നമ്മളുടെ ആ ഒരു ഉണക്കമീനിനെ എടുക്കാനാണ്. ഉണക്കമീനൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, ഇതിന് ഉപ്പൊന്നും ഇല്ല. നമ്മളുടെ സാധാരണ നങ്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പല്ലേ. പിന്നെ അതിനെ നമ്മൾ വറക്കുമ്പോഴേ തന്നെ നല്ല ഒരു മണമാണ്. ആ ഒരു സാധനം ഒന്നും ഈ കിസ്കിയല്ലേ എന്താണ് ആ സാധനത്തിന് ഇല്ലാട്ടോ. പിന്നെ നങ്കിൻ്റെ ഷേപ്പിലുള്ള ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഉണ്ട്. പക്ഷെ അത് നങ്കാണോ എന്ന് എനിക്ക് കൺഫേം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാതിരുന്നത്. അതിന് നല്ല വിലയാണെന്ന് തോന്നണം. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ആ മീൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വൃത്തികെട്ട മണവും ഇട്ടാണ് വന്നത്. എന്തായാലും നോക്കാം. പിന്നെ ഞാൻ ആ സവാള മുരിയാനൊന്നും നിന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ എന്തായാലും ശ്രീലങ്കക്കാരുടെ ഇത് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ ഉണക്കമുളക് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഉണക്കമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. സവാളയൊന്നും അങ്ങനെ മുരിഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് മീനിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിട്ട് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകുമല്ലോ. അപ്പം അതിലേക്ക് ഞാൻ അതിന് മുന്നേ അപ്പോഴത്തേക്കും നമ്മളുടെ ബീറ്റ്റൂട്ട് കറി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ തേങ്ങേൻ്റെ മിക്സ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. പരിപ്പൊക്കെ വെന്ത് ഉടഞ്ഞു പോയിട്ടോ. ബീറ്റ്റൂട്ട് കുറച്ചും കൂടെ ചെറുതാക്കണം ആയിരുന്നു, പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ കറി നല്ല കോമ്പിനേഷനാണ്. ബീറ്റ്റൂട്ട് നമ്മളിടുമ്പോൾ മധുരിക്കും എന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നുമില്ല, നല്ല കറിയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ സവാളേൻ്റെ ആ ഒരു മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം അതിനുള്ളിലേക്ക് ഞാൻ മീനിനെ എടുത്തിടുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള പ്ലാനിലാണ്. എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിതൊരു ഓർമ്മയിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ എന്തോ ആണ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്
അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പം തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞപ്പം ബീട്രൂട്ടിൻ്റെ ഇത് ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ജസ്റ്റ് നമ്മൾ താളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് വറ്റൽമുളക് ഇട്ട് സെറ്റാക്കി വെച്ചു. സൂപ്പർ കറിയാണ്. ബീട്രൂട്ടും പരിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ ഈ മീനിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ വേപ്പിലിട്ടില്ലല്ലോ എന്ന്. വേപ്പിലിടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ, എല്ലാം ഒരു വിശ്വാസമാണ്. അങ്ങനെ ഞാൻ കുറച്ച് വേപ്പിലയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്ര മുരിയാത്ത പോലെ എനിക്ക് തോന്നി. ഇനി എങ്ങാനും ആ മീനിന് പച്ചച്ചോകി ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് അങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇട്ടപ്പോഴുള്ള ഒരു അണ്ടമണമൊന്നും വെന്ത് കഴിഞ്ഞപ്പോൾ വന്നില്ല കേട്ടോ. ഇപ്പം നല്ല അത്യാവശ്യം നല്ല ഒരു മണമൊക്കെ ഉണ്ട്. പിന്നെ കൈയോടുകൂടെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കാച്ചിയൊക്കെ ഒഴിച്ചു. മീനൊക്കെ ഇതായപ്പോഴത്തേക്കും നിറയെ എണ്ണയൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ ഇവിടേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇട്ട് കഴിഞ്ഞ് എനിക്ക് മടിയാവും. ആ ഒരു കറുത്ത പാട് കണ്ട ഞാൻ ദോശ എന്തോ ചുടണ സമയത്ത് ആ ഒരു ചട്ടി അങ്ങോട്ട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആയത് ആ സാധനം തുടച്ചിട്ട് പോകുന്നില്ല. ഇനി അത് പോവില്ല എന്ന് തോന്നണം. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ തുടച്ചു. അപ്പോൾ തന്നെ നമ്മളുടെ സംഭവങ്ങളൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ കഴിക്കില്ല, നമുക്ക് സമയം ആവണേ ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇനി ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. പേഴ്സണലായിട്ട് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബീട്രൂട്ട് കറി സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ പെട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടും പരിപ്പും നല്ല സൂപ്പറാണ്, നല്ല രസമുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു കോമ്പിനേഷനാണ് ബീട്രൂട്ടും പരിപ്പും കൂടി ഇങ്ങനെ തേങ്ങരച്ച് വെക്കണം. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാനും നല്ല കളർഫുള്ളാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ നമ്മുടെ ഉണക്കമീൻ, അത് ഉണക്കമീൻ എന്നൊക്കെ പറയാൻ പറ്റുമോ, നമ്മൾ നാട്ടിലെ നങ്കൊക്കെ കഴിച്ച് ശീലിച്ചിട്ട് ഈ ഒരു സാധനം കഴിക്കുമ്പോൾ പിടിക്കില്ല. കാരണം നങ്കിലൊക്കെ നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണം തന്നെ നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണമല്ലേ. ഈ ഒരു സാധനം കുഴപ്പമില്ല, പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല. ഇനിയിപ്പം നോക്കണം, എന്തായാലും കഴിക്കാം. അങ്ങനെ കൊള്ളില്ല എന്നല്ല, പക്ഷെ നങ്കൊക്കെ കഴിച്ച് ശീലിച്ച് അങ്ങനെ നങ്കിൻ്റെ പേര് മാത്രമായിട്ട് എനിക്കതിൽ അറിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കഴിച്ച് ശീലിച്ചവർക്ക് ഇത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ ബീട്രൂട്ടും പരിപ്പും കോമ്പിനേഷൻ നിങ്ങളൊന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ.